നമസ്കാരം, ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാം ജീവിതം ഇന്ന് സ്മാർട്ട് ഫോണുകൾക്കും ഡിജിറ്റൽ ഇടപാടുകൾക്കും ചുറ്റിലുമാണ്. ഒരു ചായ കുടിച്ചാൽ പോലും നമ്മൾ UPI സ്കാൻ ചെയ്യുന്നു. പണം കൈമാറാൻ ബാങ്കിൽ പോകേണ്ടതില്ല, എല്ലാം വിരൽ തുമ്പിലായി. പക്ഷേ ഈ സൗകര്യങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ് ഡിജിറ്റൽ തട്ടിപ്പുകൾ. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് ആരോ തട്ടിക്കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? ഇത്രയും കാലം നമ്മൾ എല്ലാവരും കരുതിയിരുന്നത് നമ്മുടെ ഭാഗത്ത് ഒരു ചെറിയ അശ്രദ്ധയുണ്ടായാൽ, അതായത് ഒരു OTP പറഞ്ഞു കൊടുത്താലോ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താലോ പണം പോയാൽ അത് പിന്നെ തിരിച്ചു കിട്ടില്ല എന്നതായിരുന്നു. എന്നാൽ 2026 തുടക്കത്തിൽ സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന വിപ്ലവകരമായ ഒരു പ്രഖ്യാപനം റിസർവ് ബാങ്കിൽ നിന്ന് വന്നിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ടാൽ 25,000 രൂപ വരെ ഇനി നിങ്ങൾക്ക് നഷ്ടപരിഹാരമായി ലഭിക്കും. അതും നിങ്ങളുടെ ഭാഗത്ത് ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും ഈ തുക ലഭിക്കുമെന്നാണ് പ്രത്യേകത. കേൾക്കുമ്പോൾ അതിശയം തോന്നാം, പക്ഷേ RBI പുറത്തിറക്കിയ പുതിയ കരട് നിയമത്തിൽ ഇതേക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര കഴിഞ്ഞ മാസം നടന്ന മോണിറ്ററി പോളിസി മീറ്റിൽ പറഞ്ഞത് ചോദ്യങ്ങളൊന്നും കൂടാതെ തന്നെ ഒരു നിശ്ചിത തുക ഉപഭോക്താക്കൾക്കായി നഷ്ടപരിഹാരമായി നൽകും എന്നാണ്. ഈ ഒരു മാറ്റം എന്തുകൊണ്ട് RBI കൊണ്ടുവന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. RBI പുറത്തുവിട്ട പുതിയ കണക്കുകൾ പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാണാൻ കഴിയുക. 2024-25 കാലയളവിൽ ഡിജിറ്റൽ തട്ടിപ്പുകളുടെ എണ്ണത്തിലും നഷ്ടപ്പെട്ട തുകയിലും വൻ വർധനവാണ് ഉണ്ടായത്. ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തട്ടിപ്പുകളിൽ 2/3 ഭാഗവും 50,000 രൂപയിൽ താഴെയുള്ള ചെറുകിട തട്ടിപ്പുകളാണ്. ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത് മിക്കവാറും സാധാരണക്കാരായ ആളുകൾ. അവർക്ക് നിയമവഴികൾ തേടി പോകാനോ വലിയ പരാതികൾ നൽകാനോ പലപ്പോഴും മടിയായിരിക്കും. അത് തിരിച്ചറിഞ്ഞാണ് RBI പുതിയ സംവിധാനം കൊണ്ടുവരുന്നത്. ഇനി ഈ പുതിയ നിയമത്തിലെ പ്രധാന കാര്യങ്ങൾ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഇതിനെ RBI വിളിക്കുന്നത് ചെറുകിട തട്ടിപ്പുകൾക്കുള്ള നഷ്ടപരിഹാരം എന്നാണ്. 50,000 രൂപ വരെയുള്ള ഡിജിറ്റൽ തട്ടിപ്പുകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം കേസുകളിൽ നഷ്ടപ്പെടുന്ന തുകയുടെ 85% വരെയോ അല്ലെങ്കിൽ പരമാവധി 25,000 രൂപ വരെയോ ബാങ്കുകളിൽ നിന്ന് നഷ്ടപരിഹാരമായി ലഭിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു മാസം 20,000 രൂപ തട്ടിപ്പിലൂടെ പോയാൽ അതിന്റെ 85% തുക നിങ്ങൾക്ക് തിരികെ ലഭിക്കും. എന്നാൽ 50,000 രൂപയാണ് പോയതെങ്കിൽ നിങ്ങൾക്ക് പരമാവധി 25,000 രൂപയായിരിക്കും ലഭിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഉപഭോക്താവിന്റെ അശ്രദ്ധ മൂലം പണം നഷ്ടപ്പെട്ടാലും ഈ സഹായം ലഭിക്കും എന്നതാണ്. നിങ്ങൾ അറിയാതെ ഒരു OTP കൈമാറിയെന്ന് കരുതുക, അല്ലെങ്കിൽ ആരെങ്കിലും അയച്ച ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെ പണം നഷ്ടമായി എന്ന് കരുതുക. പഴയ നിയമങ്ങൾ അനുസരിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ പണം തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഇത്തരം തെറ്റുകൾ സംഭവിച്ചാലും നിങ്ങൾക്ക് ഒരു തവണ ഈ സഹായം ലഭിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇത് ജീവിതത്തിൽ ഒരേ ഒരു തവണ മാത്രം ലഭിക്കുന്ന ആനുകൂല്യമാണ്. ഒരിക്കൽ ഇങ്ങനെ പണം കിട്ടിയാൽ പിന്നീട് നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. പണം തിരികെ ലഭിക്കണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം പരാതി നൽകുന്നതിലെ വേഗതയാണ്. തട്ടിപ്പ് നടന്നാൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ അത് ബാങ്കിനെയോ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിനെയോ അറിയിച്ചിരിക്കണം. 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ അല്ലെങ്കിൽ സൈബർ ക്രൈം പോർട്ടൽ വഴിയോ ഉടൻ പരാതി നൽകുക. പരാതി ലഭിച്ചു കഴിഞ്ഞ് 5 ദിവസത്തിനുള്ളിൽ ബാങ്ക് ഉപഭോക്താവിന് ഈ നഷ്ടപരിഹാര തുക നൽകണം എന്നാണ് RBIയുടെ നിർദ്ദേശം. ഈ പണം നൽകാനായി ബാങ്കിന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല തുക പോകുന്നത്. RBIയുടെ പക്കലുള്ള ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടും ഇതിനായി ഉപയോഗപ്പെടുത്തും. ഇതിന്റെ വലിയൊരു ഭാഗം, അതായത് 65 മുതൽ 76% വരെ RBI വഹിക്കും. ബാക്കിയുള്ള തുക മാത്രമാണ് ബാങ്കുകൾ നൽകേണ്ടി വരിക. ഇനി ബാങ്കിന്റെ ഭാഗത്താണ് വീഴ്ചയെങ്കിൽ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇവിടെയാണ് സീറോ ലയബിലിറ്റി എന്ന വാക്ക് പ്രസക്തമാകുന്നത്. ബാങ്കിന്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിലെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാങ്കിംഗ് പിഴവ് കൊണ്ടോ ആണ് പണം പോയതെങ്കിൽ ഉപയോക്താവിന് 1 രൂപയുടെ പോലും നഷ്ടമുണ്ടാകില്ല. അത്തരം സാഹചര്യങ്ങളിൽ തട്ടിപ്പ് നടന്ന് എത്ര വൈകി പരാതി നൽകിയാലും ബാങ്ക് മുഴുവൻ തുകയും തിരികെ നൽകാൻ ബാധ്യസ്ഥരാണ്. മാത്രമല്ല, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഇനി മുതൽ ബാങ്കിനായിരിക്കും. അതായത് ഉപഭോക്താവ് തെറ്റ് ചെയ്തു എന്ന് ബാങ്കിന് തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്തേണ്ടി വരും. ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ സുരക്ഷാ നടപടികളും RBI ആവശ്യപ്പെടുന്നുണ്ട്. 500 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഡിജിറ്റൽ ഇടപാടുകൾക്കും ബാങ്കുകൾ ഉടനടി SMS അലേർട്ടുകൾ അയക്കണമെന്നാണ് ഇനി നിർബന്ധം. നമ്മുടെ അറിവില്ലാതെ അക്കൗണ്ടിൽ നിന്ന് പണം മാറുന്നുണ്ടെങ്കിൽ അത് ഉടൻ തിരിച്ചറിയാൻ ഇത് സഹായിക്കും. ഈ നിയമം എപ്പോഴാണ് നിലവിൽ വരുന്നത്? ഇതൊരു കരട് രേഖ മാത്രമാണ്. 2026 ഏപ്രിൽ വരെ പൊതുജനങ്ങൾക്ക് ഇതിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. അതിനുശേഷം ലഭിക്കുന്ന അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തും. എല്ലാം ശരിയായി നടന്നാൽ 2026 ജൂലൈ മാസത്തോടെ ഈ നിയമം നടപ്പിലാക്കാനാണ് RBI ലക്ഷ്യമിടുന്നത്. ആദ്യ 1 വർഷം പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും ഇത് നടപ്പിലാക്കുക. അതിനുശേഷം ലഭിക്കുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ വിഹിതം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ ആലോചിക്കും.
RBI പുറത്തുവിട്ട ചാർട്ടുകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ലോണുകളുമായി ബന്ധപ്പെട്ട അഡ്വാൻസ് പേയ്മെന്റുകളിലാണ് ഏറ്റവും വലിയ തട്ടിപ്പുകൾ നടക്കുന്നത്. എന്നാൽ കാർഡ് വഴിയും ഇന്റർനെറ്റ് വഴിയുമുള്ള തട്ടിപ്പുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. സാധാരണക്കാരായ ആളുകൾക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പേടിയുണ്ടാക്കുന്ന ഒന്നാണ് ഇത്തരം തട്ടിപ്പുകൾ. പുതിയ നിയമം വരുന്നതോടെ ആ പേടി മാറുകയും ഡിജിറ്റൽ ഇടപാടുകളിൽ കൂടുതൽ വിശ്വാസമുണ്ടാവുകയും ചെയ്യും. എങ്കിലും ഒരു കാര്യം നമ്മൾ മറക്കരുത്. നിയമം നമുക്ക് സുരക്ഷ നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ ജാഗ്രതയാണ് ഏറ്റവും പ്രധാനം. OTPയോ പിൻ നമ്പറോ പാസ്വേഡോ ആരുമായും പങ്കുവെക്കരുത്. ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞു വരുന്ന വ്യാജ ഫോൺ കോളുകൾക്ക് മറുപടി നൽകരുത്. എപ്പോഴും ഒഫീഷ്യൽ ആപ്പുകൾ മാത്രം ഉപയോഗിക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ തട്ടിപ്പ് നടന്നാൽ ആത്മവിശ്വാസം കൈവിടാതെ ഉടൻ തന്നെ ബാങ്കിലോ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈനിലോ വിവരം അറിയിക്കുക. ഓർക്കുക, സുരക്ഷിതമായ ഇടപാടുകളാണ് നമ്മുടെ അധ്വാനത്തിന്റെ ഫലം കാത്തു സൂക്ഷിക്കുന്നത്. സാമ്പത്തിക ലോകത്തെ ഇത്തരം പുതിയ വാർത്തകളും നിങ്ങളുടെ പണം സുരക്ഷിതമാക്കാനുള്ള വഴികളും ലളിതമായി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഓരോ സാധാരണക്കാരനും അറിഞ്ഞിരിക്കേണ്ട വലിയൊരു വാർത്തയാണിത്. മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.